ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം ഉയർപ്പ് കാലം 4-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ കടക്കാതെ മറ്റു വഴിക്ക് കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ ആകുന്നു. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന് ശബ്ദം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. ആടുകൾ അവന് ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അന്യനെ അനുഗമിക്കുകയില്ല. അന്യന്മാരുടെ ശബ്ദം അറിയാത്തതുകൊണ്ട് അവ അവരെ വിട്ട് ഓടിയകലും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമത്രേ. ആടുകൾ അവരുടെ വാക്ക് കേട്ടില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനാണ്, സമൃദ്ധമായി ഉണ്ടാകാൻ. 10-ാമത്തെ അധ്യായം 1 മുതൽ 42 വരെയുള്ള വചനങ്ങളിലെ ആദ്യത്തെ 10 വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. കഴിഞ്ഞ 3 അധ്യായങ്ങൾ 9, 8, 7 ഈ 3 അധ്യായങ്ങളും അതിന്റെ പശ്ചാത്തലം കൂടാര തിരുനാളായിരുന്നു. ആ തിരുനാൾ കഴിഞ്ഞ് 3 മാസത്തിലാണ് പ്രതിഷ്ഠയുടെ തിരുനാള്, ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ. അത് ഈ 10-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് BC 167 മുതൽ 164 വരെ 3 വർഷത്തിലധികം അന്തിയോക്കസ് 4-ാമൻ എപ്പിഫാനിയസ് എന്ന് പറഞ്ഞ വിജാതീയ രാജാവ് ജെറൂസലം ദേവാലയം അശുദ്ധമാക്കി. ആ ദേവാലയം BC 164 മക്കബാരുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു തിരിച്ച്. എന്നിട്ട് അവര് ഒരു പുനഃപ്രതിഷ്ഠ നടത്തി. അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ പ്രതിഷ്ഠയുടെ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. BC 164 മുതലാണ്. ഈ മക്കബായരുടെ പുസ്തകം നമ്മുടെ ബൈബിളിലുണ്ട്. 1 മക്കബായർ 4, 36, 39, 2 മക്കബായർ 10, 10-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ വായിക്കാം. ഈ പെന്തക്കോസ്തകാരുടെയും യഹോവ സാക്ഷികളുടെയും പ്രൊട്ടസ്റ്റന്റുകാരുടെയും ബൈബിളിൽ മക്കബായരുടെ പുസ്തകം കാണില്ല, 1-2 പുസ്തകങ്ങൾ കാണില്ല. അതിന് കാരണം അവര് 1827 ബൈബിളിൽ നിന്ന് 7 പുസ്തകങ്ങൾ നീക്കം ചെയ്തു. അങ്ങനെ നീക്കം ചെയ്യാൻ ആർക്ക് അധികാരമൊന്നുമില്ല, പക്ഷെ അവർ നീക്കം ചെയ്തു. 1827 എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 19 നൂറ്റാണ്ട് ഉപയോഗിച്ചിരുന്ന ബൈബിളിൽ നിന്ന് അവര് 7 പുസ്തകങ്ങൾ നീക്കം ചെയ്തു. എന്നിട്ട് അവർ നുണ പറഞ്ഞുണ്ടാക്കി നമ്മൾ കത്തോലിക്കർ 7 പുസ്തകം കൂട്ടിച്ചേർത്തുന്നത്. അവര് 1827 7 പുസ്തകങ്ങൾ നീക്കം ചെയ്തതാണ്, അല്ലാതെ നമ്മൾ കൂട്ടിച്ചേർത്തതല്ല. അതാണ് ഈ മക്കബാരുടെ പുസ്തകമൊക്കെ അവരുടെ ബൈബിളിൽ ഇല്ലാത്തതിന് കാരണം. അവർ തന്നെ നീക്കം ചെയ്തതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവർ നീക്കം ചെയ്തു. അവർക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് നീക്കം ചെയ്തു. അവരുടെ ആചാരങ്ങൾക്ക് ചേരാത്തത് അവർ നീക്കം ചെയ്തു. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമില്ലാത്തത് നീക്കം ചെയ്യാൻ തുടങ്ങി പിന്നെ ബൈബിളിൽ ഒന്നും വേറെ പുസ്തകമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ട്രെൻഡ് സൂനോദോസ്, മാർട്ടിൻ ലൂതറാണ് അത് അങ്ങനെ നീക്കം ചെയ്യണമെന്നൊക്കെ ചർച്ചകൾ തുടങ്ങിയത്. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, വ്യക്തികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ട്രെൻഡ് സൂനോദോസ് കൽപ്പിച്ചത്. മാർട്ടിൻ ലൂതർ അങ്ങനെ ശ്രമിച്ചെങ്കിലും ഒറ്റ പുസ്തകം നീക്കം ചെയ്തില്ല. ആളെ ഒരു 7 പുസ്തകങ്ങൾ ഇൻഡെക്സ് ആയിട്ട് വെക്കുകയും ചെയ്ത് അനുബന്ധമായിട്ട്. എന്നിട്ടും അദ്ദേഹം പ്രിന്റ് ചെയ്ത ബൈബിളിലൊക്കെ 7 പുസ്തകം ഉണ്ടായിരുന്നു. 1827 വരെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി 1827 7 പുസ്തകങ്ങൾ ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തത്. അപ്പൊ അവർ നമ്മുടെ വീടുകളിൽ വന്നിട്ട് നമ്മുടെ ബൈബിളിൽ 7 പുസ്തകങ്ങൾ കത്തോലിക്കർ കൂട്ടിച്ചേർത്തൊക്കെ പറയുമ്പോൾ തിരിച്ചു പറയാൻ നമ്മൾ ഈ ചരിത്രം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. പ്രകാശത്തിന്റെ തിരുനാളെന്നും ഈ പ്രതിഷ്ഠയുടെ തിരുനാൾ അറിയപ്പെട്ടിരുന്നു. ഈ തിരുനാളിന്റെ തിരുക്കർമ്മങ്ങളില് യഹസ്കേൽ പ്രവാചകന്റെ അധ്യായത്തില് പ്രവചനത്തിൽ 34-ാം അധ്യായം വായിച്ചിരുന്നു. അത് ഇടയനെക്കുറിച്ച്, നല്ല ഇടയനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനമാണ്. ആ പശ്ചാത്തലത്തിലാണ് ഈ അന്നത്തെ തിരുനാളിൽ വായിക്കുന്നത്. യഹസ്കേൽ പ്രവാചകന്റെ പ്രവചനത്തിൽ 34-ാം അധ്യായം. ആ പശ്ചാത്തലത്തിൽ യേശു ഞാനാണ് ഇടയൻ എന്ന ഒരു ആശയം അവതരിപ്പിക്കുകയാണ്. പക്ഷെ ഞാനാണ് ഇടയൻ എന്ന ആ സംഗതി അവതരിപ്പിക്കുന്നതിന് മുൻപ് ഞാനാണ് അജഗണത്തിന് വാതിൽ എന്ന ഒരു 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 പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര സത്യം ഈശോ അവതരിപ്പിക്കുകയാണ്.
അതാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഈ അധ്യായം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇടയനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട്. ആദ്യം ഒരു ആട്ടിൻ തൊഴുത്ത്, 2 വാക്യങ്ങൾ, 10-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. പിന്നെ ഇടയനും ആടുകളും എന്നുള്ളത് 3 മുതൽ 5 വരെ വാക്യങ്ങൾ. പിന്നെ ആടുകളുടെ വാതില് 7 മുതൽ 10 വരെ വാക്യങ്ങൾ. പിന്നെയാണ് നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയനാണ്, അത് 11 മുതൽ 21 വരെ വാക്യങ്ങൾ. ഇങ്ങനെ ഒരു ഗ്രാമീണ ചിത്രം നമുക്കറിയാലോ. ആട് മേയ്ക്കലൊക്കെ നമുക്ക് നാട്ടിൻ പുറത്തുള്ള പരിചയമുള്ള സംഗതിയാണ്. അതിപ്പോൾ യൂറോപ്പിലാണെങ്കിലും ലോകത്തെ ഏത് വശത്താണെങ്കിലും നമുക്കറിയാം ആടുകളെ മേയ്ക്കുന്നതും കന്നുകാലികളെ മേയ്ക്കുന്നതും ഒക്കെ നമുക്ക് ഒരു ഗ്രാമീണ ചിത്രമാണിത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവിന്റെ ഒരു രഹസ്യം, ഈശോയുടെ രഹസ്യം, അവതാര ലക്ഷ്യം ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. അതിനകത്തൊരു മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാവുന്നത്, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനാണ്, സമൃദ്ധമായി ഉണ്ടാകാൻ. അവിടെ ജീവൻ എന്ന് ഉപയോഗിക്കുന്ന വാക്ക് ഗ്രീക്കില് സൊയെ എന്നാണ്. സൊയെ ഈ സാധാരണ നമ്മുടെ ജീവന് പറയുന്നത് ബയോസ് എന്നാണ്. ബയോളജി, ബിയോസ്, ഗ്രീക്കിൽ ബിയോസ്, നമ്മൾ ബയോളജി എന്ന് പറയും. ആ വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജീവൻ എന്ന അർത്ഥം ഉപയോഗിച്ചിരിക്കുന്നത് സൊയെ എന്നാണ്. അതായത് മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനാണ്, സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ഒരു അവതാര ലക്ഷ്യം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ആ ലക്ഷ്യം പറഞ്ഞ് അതിലേക്ക് വരാൻ, അതാണ് അവസാനത്തെ വാചകം നമ്മൾ കണ്ടത്. അതിലേക്ക് വരാനായിട്ട് കർത്താവ് പല കാര്യങ്ങൾ പറഞ്ഞാണ് അതിലേക്ക് എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ കണ്ടത്, തൊഴുത്തും ഇടയനും. പ്രാചീന പാലസ്തീനായാലും പലതരത്തിലുള്ള ആട്ടിൻതൊഴുത്തുകളുണ്ടായിരുന്നു. കുന്നിന്റെ മുകളിൽ ചതുരാകൃതിയിൽ കല്ലുകൾ കൊണ്ടുള്ള ഭിത്തി വെച്ചിട്ടുള്ള തൊഴുത്തുണ്ടാക്കിയിരുന്നു. അതാണ് ഒരു തരം. അത് കുന്നിൻ മുകളിലാണെങ്കിൽ, വീടിന് മുമ്പിൽ, അവർ പാർക്കുന്ന വീടിന് മുമ്പിലാണെങ്കിൽ കെട്ടിയുണ്ടാക്കുന്ന ഒരു ആട്ടിൻതൊഴുത്തുണ്ട്. സാധാരണഗതിയിൽ അതിന് ഒറ്റ കവാടേ ഉണ്ടാകുള്ളൂ. പല കവാടം ഉണ്ടാകില്ല, ഒറ്റ കവാടേ ഉണ്ടാകുള്ളൂ. കള്ളന്മാരിൽ നിന്നും വേട്ടമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം ഉറപ്പുവരുത്താനായിട്ട് ആടുകൾക്ക് കാവൽ നിൽക്കാനായിട്ട് ഉടമസ്ഥന്മാര് ആളുകൾ നിയമിച്ചിരുന്നു. ആ ഉടമസ്ഥന്മാര് ഈ ഒറ്റ കവാടം എന്ന് പറഞ്ഞല്ലോ, ആ കവാടത്തിന് ഇങ്ങനെ കുറുകെ ഇങ്ങനെ കിടക്കും, പകുതി കിടക്കും, ചാരി കിടക്കും. രാത്രി കാവലിരിക്കുകയാണല്ലോ, അപ്പൊ ഉറങ്ങാൻ പാടില്ല. ഇനി ഉറങ്ങിയാൽ തന്നെയും അവരെ കവച്ചു വെച്ചോ അല്ലെങ്കിൽ അവരെ കൂടാതെ ഈ ആട്ടിൻകൂട്ടത്തിൽ കിടക്കാൻ പറ്റില്ല. അയാള്, ഈ കാവൽക്കാരൻ, ഉടമസ്ഥന് മാത്രമേ തുറന്നു കൊടുക്കൂ, അല്ലാത്തവരെ കാട്ടി ഓടിക്കും. അതിപ്പം വന്യമൃഗങ്ങളാണെങ്കിലും അന്യരാണെങ്കിലും ഇവര് കാവൽക്കാരാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ ATM കൗണ്ടറിനൊക്കെ കാവൽക്കാർ നിൽക്കില്ലേ, വലിയ ബിൽഡിങ്ങിനൊക്കെ കാവൽക്കാർ നിൽക്കുന്ന പോലെ തന്നെ ആടുകൾക്ക് ഈ ഒറ്റ കവാടമുള്ള ആട്ടിൻതൊഴുത്തിലേക്ക്, ആ ആട്ടിൻതൊഴുത്തിന്റെ കവാടത്തിൽ കുറുകിങ്ങനെ ആളിങ്ങനെ ഇരിക്കുകയാണ് ഈ കാവൽക്കാരൻ. ഉടമസ്ഥരം വരുമ്പോൾ മാത്രമാണ് എഴുന്നേറ്റ് തുറന്നു കൊടുക്കുക. അങ്ങനെയുള്ള ആ ഒരു ചിത്രം വെച്ചിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഞാനാണ് ആടുകളുടെ വാതില്, നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നുവെന്ന് 118-ാം സങ്കീർത്തനം, കല്ലൽ സങ്കീർത്തനങ്ങളിൽ ഒന്നാണത്. അതിൽ 19ഉം 20ഉം വാക്യങ്ങളിൽ കാണാം. നീതിയുടെ കവാടമായ യേശുവാണ് ദൈവത്തിന്റെ വാതില്. നീതിയുടെ കവാടമായ യേശു, നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച കർത്താവിന് നന്ദി പറയട്ടെ എന്നാണ്. ഇതാണ് കർത്താവിന്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. നീതിമാന്മാർക്ക് ദൈവത്തെങ്കിലേക്ക് കടക്കാനുള്ള നീതിയുടെ കവാടം അത് യേശുവാണ്. ഈ സങ്കീർത്തനം യേശുവിൽ നിവൃത്തിയാകുകയാണ്. ഈ നീതിയുടെ കവാടമായ യേശുവാണ് ദൈവത്തിന്റെ വാതിലെങ്കിൽ ആ ദൈവത്തെങ്കിലേക്ക് നീതിമാന്മാർക്ക് കടക്കാൻ കഴിയുന്നതും യേശുവിലൂടെ തന്നെയാണ്, മറ്റൊരു മാർഗവുമില്ല. ആട്ടിൻ തൊഴുത്തന്റെ കവാടത്തിന് കുറുകയായിട്ട് ഈ ചില ഇടയന്മാരെ കിടക്കുമാരെന്ന് പറഞ്ഞല്ലോ, അതിൽ ആ ഇടയനെ കവാടം എന്ന് വിളിച്ചിരുന്നു. ഇപ്പോൾ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടത്തിന്റെ അജഗണത്തിന്റെ കവാടം യേശുവാണ്. യേശുവിലൂടെ അല്ലാതെ ദൈവത്തെങ്കിലേക്കോ രക്ഷയിലേക്കോ പ്രവേശിക്കാൻ ആർക്കും കഴിയില്ല. യേശുവിലൂടെ അല്ലാതെ ദൈവത്തെങ്കിലേക്കോ രക്ഷയിലേക്കോ പ്രവേശിക്കാൻ ആർക്കും കഴിയില്ല. അത് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും യേശുവിലൂടെ മാത്രമേ കഴിയൂ. അതാണ് കർത്താവ് പറഞ്ഞു, ഞാനാണ് കവാടം, നീ ദൈവത്തെങ്കിലേക്കുള്ള നീതിയുടെ കവാടം ഞാനാണ്, മറ്റൊരു കവാടം ഇല്ല. ദൈവത്തിന്റെ അജഗണത്തിലേക്ക് പ്രവേശിക്കുന്നതും അജഗണം ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നതും യേശു എന്ന കവാടത്തിലൂടെയാണ്. ദൈവം അജഗണത്തിലേക്ക് പ്രവേശിക്കുന്നതും അജഗണം ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കുന്നതും യേശു എന്ന കവാടത്തിലൂടെയാണ്. അപ്പസ്തോലന്മാരോ പിൻഗാമികളും യേശുവാകുന്ന വാതിലിലൂടെ ആട്ടിൻകൂട്ടത്തിലേക്ക് പ്രവേശിച്ചവരാണ്.
അവർക്ക് ന്യായമായ നിയമനപത്രമുണ്ടെന്നർത്ഥം. ചുരുക്കത്തില് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർത്താവോട് വെളിപ്പെടുത്തുന്നത്. 1, മനുഷ്യവംശത്തിന് രക്ഷകനായി ദൈവം നിയമിച്ചത് യേശുവിനെ മാത്രമാണ്. അവനിലൂടെയല്ലാതെ മറ്റാരിലൂടെയും രക്ഷയിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യർക്ക്, അജഗണമായ മനുഷ്യർക്ക്, ദൈവത്തിന്റെ അജഗണമായ മനുഷ്യർക്ക് കഴിയില്ല. യേശുവല്ലാതെ മറ്റൊരു കവാടം ദൈവത്തെങ്കിലേക്കോ സ്വർഗത്തിലേക്കോ ഇല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം അവതരിപ്പിക്കുന്നത്. ഇത് വളരെ ശക്തമായ ഒരു സന്ദേശമാണ്. ദൈവം മനുഷ്യനായ ആളാണ് യേശു എന്ന കാര്യം നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഇത് എത്രയോ സത്യമാണെന്ന് നമുക്ക് ബോധ്യം ആകുകയും ചെയ്യും. മറ്റൊരാളും യേശുവിനെ പോലെ ഇല്ല, ഒരു മതസ്ഥാപകനുമില്ല. രണ്ടാമത്തെ ഒരു സത്യം, ദൈവത്തിന്റെ സഭ എന്ന ആട്ടിൻകൂട്ടം, അതായത് ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പറഞ്ഞു, മനുഷ്യരാണ് അജഗണമെന്ന് പറഞ്ഞു, അതിൽ തന്നെ ദൈവത്തിന്റെ സഭ എന്നൊരു ആട്ടിൻകൂട്ടമുണ്ട്. ആ ദൈവത്തിന്റെ സഭ എന്ന ആട്ടിൻകൂട്ടത്തിലേക്ക് പ്രവേശിക്കാനും യേശുവല്ലാതെ മറ്റൊരു കവാടമില്ല, മറ്റൊരു വാതിലില്ല. 3, യേശുവാകുന്ന വാതിലിലൂടെ ആട്ടിൻ തൊഴുത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മാത്രമേ യേശു നിയമിച്ച ഇടയന്മാരാകാൻ കഴിയൂ. വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. 10:2 യോഹന്നാൻ 10:2. സ്വർഗത്തിലെ പിതാവിന്റെ പക്കലേക്ക് യേശു സംവഹിക്കപ്പെട്ട ശേഷം തന്റെ ആടുകളെ മേയിക്കാൻ നിയോഗം ലഭിക്കുന്ന ഇടയന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡം യേശു നിശ്ചയിച്ചു വെച്ചിരിക്കുക. എന്താണ്? യേശുവാകുന്ന വാതിലൂടെ പ്രവേശിക്കുക എന്നതാണ് യഥാർത്ഥ ഇടയനാകാൻ, സഭയിലെ യഥാർത്ഥ ഇടയനാകാനുള്ള മാർഗം, അല്ലെങ്കിൽ നിയമനപത്രം, അല്ലെങ്കിൽ അതിന്റെ തെളിവ്. അതിലൂടെ യേശു തന്നെ ആടുകളുടെ ഇടയനാവുകയാണ്. അതായത് യേശുവാകുന്ന വാതിലിലൂടെ കടക്കുന്ന ഇടയന്മാരുണ്ടെങ്കിൽ ആ ഇടയന്മാരിലൂടെ യേശു തന്നെ ജനത്തിന്, തന്റെ അജഗണത്തിന് ഇടയനാവുകയാണ്. കാരണം അവന് മാത്രം സ്വന്തമായതാണ് ആട്ടിൻകൂട്ടം. കർത്താവിന്റെയാണ് ആട്ടിൻകൂട്ടം. കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തിന് ന്യായമായി ഇടയന്മാരെ കർത്താവ് നിയമിക്കുന്നത് കർത്താവ് തന്നെ അവർക്ക് ഇടയനായി തുടരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങൾ അനാഥരായി വിട്ടുപോകില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ യേശുവാകുന്ന വാതിലിലൂടെ ഈ സഭയാകുന്ന ആട്ടിൻകൂട്ടത്തിന് ഇടയനാകാൻ വേണ്ടി കടക്കാൻ പറ്റുക? യേശുവാകുന്ന വാതിലൂടെ എങ്ങനെ കടക്കാൻ പറ്റും? യഥാർത്ഥ ഇടയന്മാരാകാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഞാൻ ഒന്ന് സൂചിപ്പിച്ച് നിർത്താം. ഈ പത്രോസിനെ മുഖ്യ ഇടയനായിട്ട് നിയമിക്കുമ്പോൾ കർത്താവ് ചോദിക്കും ചോദ്യം എന്താണ്? ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവിനോടുള്ള സ്നേഹമാണ് യേശു എന്ന കവാടത്തിലൂടെ, ഈശോയോടുള്ള സ്നേഹമാണ് ഈശോ എന്ന നീതിയുടെ കവാടത്തിലൂടെ കടന്ന് ഈ അവന്റെ അജഗണത്തിന്റെ ഇടയന്മാരാകാനുള്ള നിയമനപത്രം കിട്ടുക. ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉത്തരം പറയാൻ പത്രോസ് വല്ലാതെ വിഷമിച്ചു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സ്നേഹിക്കാൻ മോഹമെങ്കിലും ഉണ്ട്. ഒരു സ്നേഹിതനോട് സ്നേഹം, പ്രിയം എനിക്ക് നിന്നോടുണ്ടെന്നാണ് പത്രോസ് പറഞ്ഞത്. സ്നേഹമുണ്ടെന്നൊന്നും പറഞ്ഞില്ല. അതിന്റെ വെളിച്ചത്തിലാണ് നീ എന്നെ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ഈശോ സാക്ഷാൽ ഇടയൻ പത്രോസിനെ സഭയുടെ ഇടയനാക്കി വെക്കുന്നത്. അത് മറ്റെല്ലാ ഇടയന്മാർക്കും മെത്രമാർക്കൊക്കെ ബാധകമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിന്റെ സഭയോടുള്ള സ്നേഹവുമാണ് കർത്താവിന്റെ സഭയിലെ ഇടയന്മാരാകാനുള്ള നിയമനപത്രം കിട്ടാനുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ, ക്രിസ്തുവിന്റെ വ്യവസ്ഥ. അല്ലാതെ കടക്കുന്നവരൊക്കെ പിൻവാതിലെ കടക്കുകയാണെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് കള്ളന്മാരും കവർച്ചക്കാരുമാണ്. അവര് കൊല്ലാനും അറുക്കാനും മുടിക്കാനും വേണ്ടി വരുന്നവരാണെന്നൊക്കെ കർത്താവ് ഈ ഇന്നത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. നമ്മളിതിലേക്ക് വിശദാംശത്തിൽ പോകുന്നില്ല, കാരണം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ പത്രോസിനെ ഇടയനായി നിയമിക്കുന്നതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അവൻ തിരിഞ്ഞു എന്നാണ്. നീ എന്നെ അനുഗമിക്കാന്ന് കർത്താവ് പറഞ്ഞു പത്രോസിനോട്. അവൻ തിരിഞ്ഞു. വീണ്ടും കർത്താവ് പറയുന്നു, നീ എന്നെ അനുഗമിക്കുക. അത് ഇടയന്മാര്, കർത്താവ് നിയമിച്ച പത്രോസ് അടക്കമുള്ള ഇടയന്മാര് പലപ്പോഴും കർത്താവിൽ തിരിയാനുള്ള സാധ്യതയുണ്ട്. അവൻ തിരിഞ്ഞു, യോഹന്നാനെ നോക്കി. നീ എന്നെ അനുഗമിക്കാന്ന് കർത്താവ് പറയാണ്. കർത്താവിനെ അനുഗമിക്കുന്നതിന് പകരം യോഹന്നാനെ നോക്കി. ഇത് നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. കർത്താവിനെ നോക്കി യാത്ര ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും. ഇവന്റെ കാര്യം എന്ത്? ഇവൻ മരിക്കുവോ? ഞാൻ രക്തസാക്ഷിയായിട്ട് മരിക്കും, ഇവനോ? നീ അവന്റെ കാര്യം നീ എന്നെ അന്വേഷിക്കുന്ന കർത്താവ് ചോദിച്ചത്. യോഹന്നാൻ മരിക്കോ മരിക്കാതിരിക്കോ രക്തസാക്ഷി ആകുവാൻ, അതൊക്കെ എന്റെ കാര്യമല്ലേ? നീ എന്തിനാ അത് അന്വേഷിക്കണേ? നീ ചെയ്യേണ്ട കാര്യം എന്താണ്? രണ്ട് കാര്യങ്ങളാ. നീ എന്നെ സ്നേഹിക്കുക, എന്നെ അനുഗമിക്കുക. ഏത് മാർപ്പാപ്പ അടക്കമുള്ള മെത്രാമാർ അടക്കമുള്ള നമുക്ക് ഓരോരുത്തർക്കുള്ള കർത്താവിന്റെ സന്ദേശം അതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പോകണ്ട. എന്ന് വെച്ചാൽ അവൻ ജീവിക്കണോ, ജീവിക്കേണ്ട, എത്ര കൊല്ലം ജീവിക്കണം,
ഈ വക കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകണ്ട. മറിച്ച് ആടുകളെ മേയിക്കുക, തീറ്റിപ്പോറ്റുക, അവരെ ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ നോക്കുക, സംരക്ഷണം ഒരുക്കുക. അതിന് കർത്താവിനെയും കർത്താവിന്റെ സഭയെയും സ്നേഹിക്കുക, കർത്താവിനെ അനുഗമിക്കുക. ഇതെനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശമാണ്. കർത്താവല്ലാതെ മറ്റൊരു വാതിലില്ല. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടല്ലാതെ, കർത്താവിന്റെ സഭയെ സ്നേഹിച്ചുകൊണ്ടല്ലാതെ അവന്റെ സഭയെ നയിക്കാനും കഴിയില്ല. കർത്താവിനുള്ള സ്നേഹവും കർത്താവിന്റെ സഭയുടെ സ്നേഹവും നമുക്ക് മുൻപന്തിയിൽ നിൽക്കുക എന്നുള്ളത് പറയുമൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ അത് ഒട്ടും ജീവിക്കാൻ എളുപ്പമല്ല. കാരണം എന്താണ്? ഇപ്പൊ നമ്മുടെ ഒരു രൂപതയിലോ അല്ലെങ്കിൽ ഒരു സന്യാസത്തിലോ ആണെന്ന് വിചാരിക്കുക. നമ്മൾ മുഖ്യമായി ശ്രദ്ധിക്കുന്ന എന്തായിരിക്കും? കർത്താവിനെ പ്രീതിപ്പെടുത്താനാണോ അതോ മെത്രാനെ പ്രീതിപ്പെടുത്താനാണോ? കർത്താവിനെ പ്രീതിപ്പെടുത്താനാണോ അതോ നമ്മുടെ സുപ്പീരിയറെയോ അല്ലെങ്കിൽ പ്രൊവിൻഷ്യലെയോ പ്രീതിപ്പെടുത്താനാണോ? പലപ്പോഴും പ്രൊവിൻഷ്യലിനെ പ്രീതിപ്പെടുത്തുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തലാകാം, പക്ഷെ ആകണമെന്നില്ല. മെത്രാനെ പ്രീതിപ്പെടുത്തുന്നത് ചിലപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതാകാം, പക്ഷെ ആകണമെന്നില്ല. അങ്ങനെ ചോയ്സ് വന്നെന്ന് വിചാരിക്കുക അല്ലേ? ഈ അധികാരികളും ദൈവത്തോടുള്ള സ്നേഹവും അധികാരികളുടെ വിധേയത്വം തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ നമുക്ക് ദൈവത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എളുപ്പമല്ല. കാരണം എന്താ? നമുക്ക് ചിലപ്പോൾ ശിക്ഷകൾ ഉണ്ടാകും, സസ്പെൻഷൻ ഉണ്ടാകും, അങ്ങനെ ട്രാൻസ്ഫർ. നമ്മളെ പീഡിപ്പിക്കാനായിട്ട് ലോകത്തിന്റെ ഒരുപാട് മാനദണ്ഡങ്ങൾ അധികാരികളുടെ കയ്യിലുണ്ട്. അതെല്ലാം മറികടന്ന് കർത്താവിനെ സ്നേഹിക്കാന്ന് പറയുന്നത് എളുപ്പമാണ്. നമ്മൾ രക്തസാക്ഷിയാക്കാന്നൊക്കെ പറയും. ഇതല്ലേ രക്തസാക്ഷിത്വം? അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, നമ്മുടെ സഭയിലൊക്കെ ഉള്ള പ്രശ്നം എന്താണ്? കർത്താവിനെ അനുസരിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവാകുന്ന വാതിൽ കടക്കുക, നീതിയുടെ കവാടത്തിലൂടെ കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇങ്ങനെ ദാനമായിട്ട് കരുണ കിട്ടുക, എല്ലാം കരുണ, നീതിയും വേണ്ട. കർത്താവ് നീതിയുടെ കവാടത്തെ കുറിച്ച് കർത്താവ് പറയണേ. ഇത് പറയും അച്ഛൻ ഉടനെ തന്നെ കരുണയ്ക്ക് എതിരാന്ന് പറയും. ഞാൻ കരുണയുടെ ഞാറിനോ ഒന്നും എതിരല്ല ഞാൻ. പക്ഷേ നീതിയെ ബലി കഴിച്ചിട്ടുള്ള, അതായത് ശ്ലൈഹിക പാരമ്പര്യത്തെയും തിരുവചനത്തെയും 2000 വർഷത്തെ കർത്താവ് കൈമാറി തന്ന വിശുദ്ധ പാരമ്പര്യത്തെയും ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കരുണ കർത്താവ് ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് ഇത്, അതായത് പാപം ചെയ്യുക കരുണ കിട്ടട്ടെ, ഇങ്ങനെ ദൈവത്തിന്റെ കരുണയെ പ്രശംസ എന്ന് പറയും. അതായത് അത് കിട്ടും എന്നുള്ള ഇതിലങ്ങ് പോകുക. തീർച്ചയായിട്ടും കരുണ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നീതിയുടെ കവാടത്തിലൂടെ കടക്കാനാ കർത്താവ് പറയണേ. ഞാനും തന്നെ വിധിക്കുന്നില്ല എന്ന് കർത്താവ് കരുണ കാണിച്ചു. തൊട്ടടുത്ത നിമിഷത്തിൽ പറഞ്ഞു മേലിൽ പാപം ചെയ്യരുത്, അത് നീതിയാണ്. ഞാൻ നിന്നോട് ക്ഷമിച്ചു, അത് കരുണ. തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് നീതി. ഈ അമേരിക്കയിൽ കൊല്ലപ്പെട്ട ചാർലിക്കർക്ക് വളരെയധികം യൂണിവേഴ്സിറ്റികളൊക്കെ പോയി പ്രസംഗിച്ച അദ്ദേഹം അടുത്ത പ്രസിഡന്റ് ആകും, അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് പേടിച്ചിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞെന്നാണ് പറയണേ. അദ്ദേഹം പറഞ്ഞിരുന്നൊരു പോയിന്റ് ഇതാണ്: കരുണ മാത്രമല്ലല്ലോ ദൈവം ആവശ്യപ്പെട്ടത്, നീതിയില്ലേ? ഇപ്പൊ നമ്മള് ഈ സർക്കാരുകളൊക്കെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാ? സർക്കാർ തന്നെ കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ടാക്സ് പണം, നമ്മളെ കൊടുത്ത് നികുതി പണം എടുത്തിട്ട് അവരെ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക. അതെന്ത് മര്യാദയാ? അത് മര്യാദയാണോ? നമ്മുടെ നികുതി പണം എടുക്കുന്നത് അത് നീതിയാണോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ നികുതി പണം എടുത്തിട്ട് തോന്നി പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അപ്പൊ നീതിയുടെ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പാർട്ടിയോട് കരുണ കാണിക്കൂ, മുഖ്യമന്ത്രിയോട് കരുണ കാണിക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കരുണ കാണിക്കുന്നു പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കുമോ? അപ്പൊ ഈ നീതിയെ ബലി കഴിച്ചിട്ടുള്ള കരുണ ദൈവത്തിന്റെ രീതിയല്ല. ഞാൻ ആവർത്തിക്കുന്നതിന് കാരണം ഈ കരുണയെക്കുറിച്ചുള്ള അമിതമായ സംഗതി. ഞാൻ ആവർത്തിക്കുന്നു, കരുണയ്ക്കെതിരല്ല, കരുണ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് കർത്താവ് നമുക്ക് നൽകിയ ശ്ലൈഹിക പാരമ്പര്യമുണ്ട്, തിരുവചനമുണ്ട്. ആ തിരുവചനത്തെ ബലി കഴിക്കുന്ന തരത്തിൽ കരുണ ആഘോഷിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ തന്നെ വിധിക്കുന്നില്ല, അത് കരുണ. മേലിൽ പാപം ചെയ്യരുത്, അത് നീതി. ഒരൊറ്റ വായിൽ നിന്ന് വന്നതാണ്. ഈശോ എന്ന് പറഞ്ഞ കർത്താവിന്റെ വായിൽ നിന്ന് വന്നതാണ്. അതിലൊരു കാര്യത്തിന് മാത്രം ഊന്നൽ കൊടുക്കുകയും മറ്റേ കാര്യം തീർത്തും അവഗണിക്കുകയും ചെയ്യുന്നതിനോടാണ് ഞാൻ എതിര് പറഞ്ഞത്. തിരുവചനത്തോട് വിശ്വസ്ത പുലർത്താനാണ് ഞാൻ പറയണേ. ഇതാണ് സ്നേഹം. അപ്പൊ നിങ്ങളിങ്ങനെ എന്നെ ആക്രമിക്കും. എന്നെ ആക്രമിച്ചുകൊണ്ട് ഒരു വിശേഷവും ഇല്ല. കാരണം എന്താണ്? ഈ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ ഈ പ്രസംഗിക്കണേ. നിങ്ങൾ എന്നെ ആക്രമിക്കുമ്പോൾ ഞാൻ രക്തസാക്ഷിയാകുകയാണ്. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ കമന്റ് ബോക്സിൽ നിന്ന് അടച്ചു വെക്കാത്തത്. നിങ്ങൾ എന്നെ ആക്രമിക്കൂ, എന്റെ വീഡിയോസ് എടുത്ത് ഇടൂ, അപ്പോഴൊക്കെ ഞാൻ രക്തസാക്ഷിയാകുകയാണ്. അപ്പോൾ കർത്താവിനോട് ഞാൻ കൂറ് കാണിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സ്നേഹം
പത്രോസിന് പോലും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സുഹൃത്തിനോടുള്ള പ്രിയമുണ്ടെന്നാണ് പത്രോസിന് പോലും പറയാൻ പറ്റിയത്, ഇത്രയും വലിയ വിശുദ്ധന്. അപ്പൊ എന്റെ കാര്യം നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. പാപിയായി എനിക്കത് പറയാൻ കഴിയില്ല. എങ്കിലും ദൈവത്തെ സ്നേഹിക്കാനുള്ള മോഹമെങ്കിലും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുള്. നിങ്ങളും അത് സൂക്ഷിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എളുപ്പമുള്ള സംഗതിയല്ല. കാരണം നമുക്ക് ഈ അധികാരത്തിന്റെയും ഈ ലോകത്തിന്റെ ആകർഷണങ്ങളുടെയും അധികാരത്തിന്റെ മർദ്ദന മുറകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിനൊക്കെ മറികടന്ന് ദൈവത്തെ സ്നേഹിക്കുക, ഈ കർത്താവാകുന്ന കവാടത്തെങ്കിലൂടെ കടക്കുക, ഈശോ ആകുന്ന കവാടത്തിലൂടെ കടക്കുക ഒട്ടും എളുപ്പമുള്ള സംഗതിയല്ല. പക്ഷെ അസാധ്യമല്ല. നമ്മളത് ട്രൈ ചെയ്യണം. നമ്മൾ അതിലൂടെ കടക്കാൻ ശ്രമിക്കണം. ഇടുങ്ങിയ വാതിലാണ്, എന്നാലും ശ്രമിക്കണം. അനുദിന ജീവിതത്തില്, ഓരോ നിമിഷവുമുള്ള ജീവിതത്തില് അങ്ങനെ കർത്താവാകുന്ന കവാടത്തിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കർത്താവിന്റെ സത്യമായ വചനം, തിരുവചനം, അത് ബലി കഴിക്കുന്ന തരത്തിലുള്ള ഒരു സ്വകാര്യ ദർശനത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കാതിരിക്കട്ടെ. കർത്താവിന്റെ വചനം അതാണ് ജീവന്റെ വചനം. കർത്താവിന്റെ വചനം അതാണ് ജീവന്റെ വചനം. അതിനെ ബലി കഴിക്കുന്ന ഒരു സ്വകാര്യ ദർശനങ്ങളും സ്വകാര്യ ധ്യാനങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവിന്റെ വചനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടാകട്ടെ. ആളുകൾ കുറച്ച് എണ്ണം കുറഞ്ഞാൽ പോലും ക്വാളിറ്റി ഉള്ളവരുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാനത് പറഞ്ഞത് ഒരല്പം ഡൈഗ്രഷൻ ആയി പോയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേരിങ്ങനെ ഈ എന്റെ വീഡിയോസ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ അച്ഛൻ കരുണയ്ക്കെതിരാണെന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞു പോയതാണ്. പ്രത്യേകിച്ചും നീതിയുടെ കവാടത്തിലൂടെ കടക്കണമെന്ന വാക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്തുള്ളത് കൊണ്ടാണ് ഞാനത് കുറച്ച് ഊന്നി പറഞ്ഞത്. നിങ്ങൾ അതിന്റെ ആ അർത്ഥത്തിൽ എടുക്കുമെന്നുള്ള പ്രത്യാശയിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.